നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ജൂൺ 27-ാം തീയതി ആരംഭിച്ച് ജൂൺ 30-ാം തീയതി ക്ലോസ് ചെയ്യുന്ന മറ്റൊരു SME ഓഹരിയുടെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. KCK ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ചാണ്ടിഗർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇത് ടെക്സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ മെറ്റീരിയൽസും കെമിക്കൽസും അതോടൊപ്പം തന്നെ ബസ്മതി റൈസും ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ടോട്ടലായിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 4.5 കോടി മാത്രമാണ്. എല്ലാം തന്നെ ഫ്രഷ് ഓഹരിയാണ്. ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. KCK ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ആദ്യകാല പേര് 2013 ഇത് രൂപം കൊള്ളുമ്പോൾ KCK സെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് 2020 ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. ഇപ്പോൾ KCK സെയിൽസ് ലിമിറ്റഡ് എന്നായിട്ട് മാറി. പിന്നീട് ഇപ്പോഴാണ്, അതായത് 2021 ഇതിൻ്റെ പേര് KCK ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നായി മാറിയത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാർമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ട്രേഡിങ്ങും ഡിസ്ട്രിബ്യൂഷനുമാണ് ഇവർ ചെയ്യുന്നത്. പ്രധാനമായിട്ട് കാർഡഡ് കോട്ടൺ യാൺസ് ആണ്. അത് ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ്, ടെറി ടവൽസ്, ഈ ടർക്കിഷ് ടവൽ എന്ന് പറയുന്ന പോലെ, ഡെനിം, പിന്നെ മെഡിക്കൽ ഫാബ്രിക്സ്, ഫർണിഷിംഗ് ഫാബ്രിക്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഫാബ്രിക്സ്, ഇതെല്ലാം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോട്ടൺ യാൺസ്. അപ്പോൾ ഇവരുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത് ഈ പ്രധാനമായിട്ടും ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളാണ്. ഇത് മാത്രമല്ല, ഈ വസ്ത്രങ്ങൾക്കും പിന്നെ ലെതർ ഇൻഡസ്ട്രിക്കും പേപ്പർ ഇൻഡസ്ട്രിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്, അതായത് ഡൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കെമിക്കൽസിൻ്റെ ട്രേഡിങ് കൂടി ഈ കമ്പനി നടത്തുന്നുണ്ട്. ഇതിനും പുറമെയാണ് കമ്പനി അരിക്കച്ചവടത്തിലേക്ക് കിടക്കുന്നത്. പഞ്ചാബിലെ ശിവശക്തി റൈസ് മില്ല് എന്ന് പറയുന്ന ഒരു മില്ല് അവർ അക്വയർ ചെയ്യുകയാണ്. 2020-21 സംഭവം നടക്കുന്നത്. ഇത് മണിക്കൂറിൽ 12 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മില്ലാണ്. പക്ഷേ ഇപ്പോൾ മണിക്കൂറിൽ 7 ടൺ വെച്ചാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബസ്മതി റൈസാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത്. ബസ്മതി മാത്രമല്ല, മറ്റേ തരത്തിലുള്ള അരികളും ഉണ്ട്. ഇത് പ്രധാനമായിട്ടും ഇവർ ട്രേഡ് ചെയ്യുന്നത് ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് അങ്ങനെയൊക്കെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ ബസ്മതി റൈസിൻ്റെ വ്യാപാരം കൂടി KCK ഇൻഡസ്ട്രീസ് നടത്തുന്നുണ്ട്. നമുക്കറിയാം, SME കാറ്റഗറിയിൽപ്പെടുന്ന KCK ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ കമ്പനി 4.5 കോടി മാത്രമാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത്, എന്ത് ആവശ്യത്തിലേക്കാണ് ഇവർ ഈ പണം ചെലവാക്കുന്നതെന്ന് നോക്കാം. 3.6 കോടി രൂപ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 84 ലക്ഷം രൂപ ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപ അവർ ഈ ഇഷ്യൂവിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇഷ്യൂവിൻ്റെ ചിലവ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ കഴിയുമ്പോൾ ഇവരുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഒരു 5.5 കോടി രൂപയ്ക്കുള്ളതായിട്ട് മാറും. അതുപോലെ തന്നെ ഇഷ്യൂ കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതും കൂടി ചേർത്ത് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 16.5 കോടിയായിരിക്കും. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷ് പ്രസാദ് ആര്യയും റീന ശർമ്മയുമാണ് കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം ഇപ്പോൾ 77.91% ഓഹരികളും ഉണ്ട്. അത് ഇഷ്യൂ കഴിയുമ്പോൾ 55.66% മാറും. കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ 27.27% വരും, ടോട്ടൽ പുതിയ ഷെയർസ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 2020 ഈ കമ്പനി 5 ഷെയറിന് 3 ഷെയർ എന്നുള്ള ലെവലിൽ ബോണസ് കൊടുത്തിട്ടുള്ള കമ്പനിയാണെന്ന് ഓർത്തോളണം. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് കമ്പനിക്കുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ കുഞ്ഞൻ കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് ഒന്ന് നോക്കാം. മാർച്ച് 2019 ഇതിൻ്റെ ടോട്ടൽ റവന്യൂ 40.95 കോടി രൂപയാണ്. ആ സമയത്ത് ആ ഇയറിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 21 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷമായപ്പോഴത്തേക്കും ഈ റവന്യൂ 51.51 കോടിയായിട്ട് വർദ്ധിച്ചു. അതോടൊപ്പം അവരുടെ പ്രോഫിറ്റിലും കുറച്ച് വർധനവുണ്ടായി. 0.32 ക്രോർസ് എന്ന് പറയാം, 32 ലക്ഷം രൂപയായിട്ട് അതും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷം 2021 റവന്യൂവിൽ കുറവ് സംഭവിച്ചു. 39.13 കോടി രൂപയായിട്ട് റവന്യൂ കുറഞ്ഞു.
അപ്പോൾ പ്രോഫിറ്റും അതുപോലെ തന്നെ കുറവ് വന്നിട്ടുണ്ട്. 0.19 ആണ് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ള 3 ക്വാർട്ടർ നോക്കൂ, 44.54 കോടി രൂപയാണ് ടോട്ടൽ റവന്യൂ. അതിൽ നല്ല വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ വളരെയധികം വർധനവ് വന്നു. 0.19 നിന്ന് 1 crore വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വലിയൊരു വർധനവ് 2021 അവസാനമായപ്പോഴേക്കും കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ EPS ശരാശരി 0.95 ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 8.10% പിന്നെ NAV വരുമ്പോൾ ഈ ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ NAV 17.65 രൂപയായിരിക്കും എന്നാണ് കാണുന്നത്. ഇതിൻ്റെ പിയർ കമ്പനിയായിട്ട് കോമ്പറ്റീറ്ററായിട്ട് കമ്പനി പറയുന്നത് ഷിവ് ടെക്സിയാണെന്ന് പറയുന്ന ഒരു കമ്പനിയും GRM ഓവർസീസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമാണ്. അതിൻ്റെ PE നോക്കുകയാണെങ്കിൽ യഥാക്രമം 9.98ഉം 24.87 എന്നുമാണ് കാണുന്നത്. നമുക്കിനി KCK ഇൻഡസ്ട്രീസ് എന്നുള്ള SME കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 27 മുതൽ 30 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഫിക്സഡ് പ്രൈസാണ്. ഒരു ഓഹരിക്ക് 30 രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത്. ടോട്ടൽ 15 ലക്ഷം പുതിയ ഓഹരികളാണ് ഇവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഒരു ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. ടോട്ടലായിട്ട് ഇവർ റേസ് ചെയ്യുന്നത് 4.5 കോടി രൂപയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഓഹരികൾ 4000 ആണ്. SME ആയതുകൊണ്ട് 4000 ഓഹരിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. ഇത് 4000 മാക്സിമവും മിനിമവും 4000 തന്നെയാണ്. ഇത് വിപണിയിൽ എത്തിയാലും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 4000-ലാണ് ട്രേഡ് ചെയ്യേണ്ടത്. 4000-വും 4000-ൻ്റെ ഗുണിതങ്ങളുമായിട്ടാണ് SME കമ്പനികളുടെ പ്രത്യേകതയാണ്. അത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ SME കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും. ഫേസ് വാല്യൂ ഈ കമ്പനിയുടെ 10 രൂപയാണ്. അതുപോലെ തന്നെ ഇത് റീറ്റെയിലേഴ്സിന് 50% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. ബാക്കി 50% മറ്റ് കാറ്റഗറിക്കാർക്ക്, അതായത് HNI പോലെയുള്ള കാറ്റഗറിക്കാർക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് NSE-ലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. NSE എമർജ് എന്ന് പറയുന്ന SME-കളുടെ സെഗ്മെൻറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 5-ാം തീയതി, ജൂലൈ 5-ാം തീയതിയും റീഫണ്ട് കിട്ടുന്നത് 6-ാം തീയതിയുമാണ്. പിന്നെ ഇതിൻ്റെ ഡിമാറ്റായിട്ട് ഷെയർ കിട്ടിയവർക്ക് കിട്ടുന്നത് 7-ാം തീയതിയുമാണ്. പിന്നെ ലിസ്റ്റിംഗ് വരുന്നത് ജൂലൈ 8-ാം തീയതിയുമാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് പലർക്കും സംശയം തോന്നാം. നമ്മൾ ഇപ്പോൾ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻകൺസിസ്റ്റൻസി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ അവസാനം ക്വാർട്ടറുകളിൽ വല്ലാത്ത ലാഭം വരുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഉള്ള വർഷം 0.19 crore ആയിരുന്നിടത്ത് പിന്നീട് 1 കോടി ലാഭത്തിലേക്ക് 3 ക്വാർട്ടറിൽ എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വലിയ ലാഭം കാണിച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് വെച്ചിട്ടാണ് അവർ ഈ 30 രൂപ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ട്രേഡിംഗ് ലുള്ള ഒരു കമ്പനിയാണ്, ഒരു കോമ്പറ്റീറ്റീവ് സെഗ്മെൻ്റാണ്. ട്രേഡിങ്ങിൽ വരുമ്പോഴത്തേക്കും മാർജിൻ ഒരു പ്രഷർ വരുന്നുണ്ട് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ചെറുകിടക്കാർ ഒരിക്കലും ഇതിലേക്ക് വരണമെന്നില്ല. പിന്നെ കുറച്ച് റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ളവർ, ലോങ് ടേം ആയിട്ട് പണം മുടക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർ ചെറുകിടക്കാരൊക്കെ ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. KCK ഇൻഡസ്ട്രീസ് എന്ന SME കമ്പനിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ടും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.